Module 4 Sales Promotion. Sales promotion. It is the key ingredient of promotion mix, and it includes communication activities that attempt to provide added values or incentives to customers, then wholesalers, retailers and customers to promote immediate sales. അപ്പോൾ പ്രൊമോഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ പറഞ്ഞത് എന്താണ്? പ്രൊമോഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ മിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്, കസ്റ്റമേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഹോൾസെയിലേഴ്സിനെയും ഒക്കെ അറിയിക്കുകയാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്. എന്തിനു വേണ്ടിയിട്ട്? ആ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള മോട്ടീവോടുകൂടി. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ആക്ടിവിറ്റീസാണ്, കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസാണ് പ്രൊമോഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് അവയർനെസ് ടു കൺസ്യൂമേഴ്സ് ആവാം, ഹോൾസെയിലേഴ്സ് ആവാം, റീറ്റെയിലേഴ്സ് ആവാം. ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ അവരായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊമോഷൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സെയിൽസ് പ്രൊമോഷൻ ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് കസ്റ്റമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു പ്രൊഡ്യൂസ് ഇമ്മീഡിയറ്റ് ഓർ ഷോർട്ട് ടേം സെയിൽസ്. അപ്പോൾ ഷോർട്ട് ടേം സെയിൽസ്, അതായത് നമ്മളൊരു പ്രൊമോഷൻ ആക്ടിവിറ്റി, ഒരു സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് ഒരിക്കലും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുമ്പോൾ, ഡിസ്കൗണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്കൗണ്ട് കൂപ്പൺ ഒരു വാലിഡിറ്റി ഉണ്ടാവും അല്ലേ? ചെറിയൊരു പീരീഡ് ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ആ വാലിഡിറ്റിക്കുള്ളിൽ അത് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊരു സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഒരു ഷോർട്ട് ടേം സെയിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം പീരിയഡിലേക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് സെയിൽസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. ഡിസ്കൗണ്ട് കൂപ്പൺസും അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ ചെറിയൊരു ടേമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ടേമിനുള്ളിൽ അത് അവൈലബിൾ ആക്കിയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ആണ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ദെൻ sales promotion offers many inducements to act by providing extra worth over and above the actual product at its normal price. അപ്പോൾ അതിൻ്റെ സാധാരണ പ്രൈസ് തന്നെയായിരിക്കും അല്ലേ? ഒരു ഓഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐറ്റത്തിൻ്റെ വാല്യൂവിൽ നമുക്ക് 2 ഐറ്റംസ് വാങ്ങിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? ആ ഒരു നോർമൽ പ്രൈസ്, അതിൻ്റെ ആക്ച്വൽ പ്രൈസ് തന്നെയാണ്. പക്ഷേ ആ നോർമൽ പ്രൈസിനുള്ളിൽ നമുക്ക് എക്സ്ട്രാ വർത്ത്, അതായത് ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ കാര്യത്തിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പാണ് ഈ പ്രൊമോഷനിൽ വരുന്നത്. ദെൻ ദിസ് ആർ ടെമ്പററി ഇൻഡ്യൂസ്മെൻറ്റ്സ് യൂഷ്വലി ഓഫേർഡ് അറ്റ് എ ടൈം ആൻഡ് പ്ലേസ് വെയർ പർച്ചേസിംഗ് ഡിസിഷൻ ഇസ് മെയ്ഡ്. നമ്മൾ പറഞ്ഞു ടെമ്പററി ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ആണ് അല്ലേ? ചെറിയൊരു പീരിയഡിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത് ടെമ്പററി ആണ്. ദെൻ പിന്നെന്താ പറയുന്നത്? സെയിൽസ് പ്രൊമോഷൻ ഹാസ് ബീൻ ഡെവലപ്ഡ് ടു സപ്ലിമെൻറ്റ് ആൻഡ് കോർഡിനേറ്റ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് എഫേർട്സ് ഓഫ് എ ഫേം. അപ്പോൾ ഒരു ഫേമിൻ്റെ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേമിൻ്റെ സെല്ലിംഗ് എഫേർട്സിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെല്ലിംഗ് എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്ത് പെട്ടെന്ന് സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദോസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ എൻഹാൻസിങ് സെയിൽസ് ത്രൂ നോൺ റെപ്പിറ്റേറ്റീവ് ആൻഡ് വൺ ടൈം കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ ഓൾ ദോസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, നമ്മൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ്ട്രാ അഡ്വർടൈസിങ് കൊടുക്കുക, നമ്മൾക്ക് ഡിസ്കൗണ്ട് കൂപ്പൺസ്, ഓഫേഴ്സ്, സാമ്പിൾസ്, എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുക. അത് ഒരു നോൺ റെപ്പിറ്റേറ്റീവ് ആണ് അല്ലേ? കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും. വൺ ടൈം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിരിക്കില്ല. ഒരു ടൈം ഓഫർ കൊടുക്കുന്നത് പിന്നെയും ആ റെഗുലറായിട്ടുള്ള ഓഫേഴ്സ് സീസണലായിട്ട് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഓഫറുകൾ തന്നെ വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മെത്തേഡാണ് സെയിൽസ് പ്രൊമോഷൻ പറയുന്നത്. Then it is aimed at stimulating market demand and consumer purchasing. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡിമാൻഡ് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ. ഇറ്റ് ഫോക്കസസ് ദ സെല്ലിംഗ് എഫേർട്സ് ഓൺ എ സെലക്റ്റഡ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ.
അതായത് നമ്മളിപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഓഫറിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൂപ്പണിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, അപ്പോൾ 1200 എബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കൂപ്പൺ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ കൂപ്പൺ കൊണ്ട് അവർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ 1200 എബവ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 500 ഡിസ്കൗണ്ട്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ 1500 മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമായിരിക്കും ആ ഒരു ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ആയിരിക്കും, സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ആയിരിക്കും ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ സെല്ലിംഗ് എഫേർട്സ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത്, ദ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻസ് സെയിൽസ് പ്രൊമോഷൻ ആസ് those marketing activities other than personal selling, advertising and publicity that stimulates consumer purchasing and dealer effectiveness, such as displays, shows, exhibitions, demonstrations and various non-recurrent selling efforts not in the ordinary routine. അപ്പോൾ ഇവിടെ പറയുന്നത്, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കുറേ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ്, പക്ഷേ അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും അല്ലാതെ വരുന്ന മറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എഫേർട്സ് ആണ്, അല്ലെങ്കിൽ കൺസ്യൂമർ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ കൺസ്യൂമർ പർച്ചേസിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡീലർ എഫക്റ്റീവ്നെസ്സും ഇതിൻ്റെ ഒരു ഫോക്കസാണ്. ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് കസ്റ്റമർ പർച്ചേസ് ഇൻക്രീസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡീലർ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് കൂടുതൽ ഒരു പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഷോക്കേസ് ചെയ്യുക, ദെൻ എക്സിബിഷൻസ് നടത്തുക, ഡെമോൺസ്ട്രേഷൻസ് ചെയ്യുക, അങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ്. പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും അല്ലാതെ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ പറഞ്ഞ സെയിൽസ് പ്രൊമോഷൻ. ആൻഡ് പിന്നെ പറയുന്നുണ്ട് ആൻഡ് വേരിയസ് നോൺ റിക്കറൻറ്റ് സെല്ലിംഗ് എഫേർട്സ്. നമ്മൾ പറഞ്ഞു റിപ്പീറ്റേറ്റീവ് അല്ല, അല്ലേ? ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് വന്നുകൊണ്ടിരിക്കില്ല, അതിന് കുറച്ച് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും, അല്ലേ? ഓഫേഴ്സ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കില്ല, ഒരു ചെറിയ ടൈം ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ പിന്നെ റിപ്പീറ്റേറ്റീവ് അല്ല. ദെൻ നോട്ട് ഇൻ ആൻ ഓർഡിനറി റുട്ടീൻ, സാധാരണ ടൈമിൽ വരുന്നതല്ല. ഓഫേഴ്സൊക്കെ ചിലപ്പോൾ സീസണലായിരിക്കാം, അല്ലേ? അങ്ങനെ നമ്മൾക്ക് ദിവാലി ആ ടൈമിലൊക്കെ ഓഫറുകൾ വരുന്ന കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓർഡിനറി റുട്ടീനിൽ വരുന്ന കാര്യം, ഡെയിലി വരുന്ന ഒരു കാര്യമല്ല, റിക്കറൻ്റ് ആണ്, നോൺ റിക്കറൻ്റ് ആണ്, അതായത് റിപ്പീറ്റേറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ സെയിൽസ് പ്രൊമോഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, സെയിൽസ് പ്രൊമോഷൻ കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഡൈവേഴ്സ് ഇൻസെൻറ്റീവ് ടൂൾസ് മോസ്റ്റ്ലി ഫോർ ഷോർട്ട് ടേം, designed to stimulate quicker and or greater purchase of a particular product by consumers and traders. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കുറേ ടൂൾസ്, കുറേ ഈ പറയുന്ന പർച്ചേസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ടൂൾസ് മിങ്കിൾ ചെയ്ത് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഡിസ്കൗണ്ട്, ഓഫേഴ്സ്, ബൈ വൺ ഗെറ്റ് വൺ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കുറേ ഐറ്റംസ്, കുറേ ഇൻസെൻറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മോസ്റ്റ്ലി ഫോർ ഷോർട്ട് ടേം ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഡിസൈൻ ടു സ്റ്റിമുലേറ്റ് ക്വിക്കർ ആൻഡ് ഗ്രേറ്റർ പർച്ചേസ്. നമ്മൾ പറഞ്ഞു ഓഫേഴ്സ് തീരുന്നതിന് മുൻപ് അവർ പർച്ചേസ് ചെയ്താൽ മാത്രമേ അത് അവർക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ അത് പർച്ചേസ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് ശ്രമിക്കും. സോ ക്വിക്കർ ആയിട്ടുള്ള ഒരു പർച്ചേസിങ് എഫേർട്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ക്വിക്ക് പർച്ചേസിന് വേണ്ടിയിട്ടാണ്. ദെൻ ഗ്രേറ്റർ പർച്ചേസ്, ഓഫർ വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ കൂടുതൽ എടുക്കും, അല്ലേ? അതുപോലെ ഡിസ്കൗണ്ട് കൂപ്പണിൽ ഞാൻ പറഞ്ഞു 2000 അല്ലെങ്കിൽ 1500 ആ റേറ്റൊക്കെ മുകളിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഓഫർ അവൈലബിൾ ആയിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പർച്ചേസ് ചെയ്യും, ഓൺലി ഫോർ ആ ഒരു ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ക്വിക്കർ പർച്ചേസാണ്, അതുപോലെ ഗ്രേറ്റർ പർച്ചേസാണ്. ആരൊക്കെയാണത് യൂസ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സും ട്രേഡേഴ്സും. കൺസ്യൂമേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സിന് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാർക്ക്, സെയിൽസ്മാന് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? അവർക്ക് ആ ഒരു ഓഫർ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് കൂടുതൽ പർച്ചേസ് ചെയ്ത് അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് കുറേ ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിൽസ്മാൻ എന്ത് ചെയ്യും? മാക്സിമം അവരുടെ ബ്രാൻഡ് തന്നെ കൂടുതൽ വാങ്ങിച്ച് വെക്കാൻ നോക്കും കടയിൽ. ഓക്കെ,
അപ്പോൾ അങ്ങനെ കൺസ്യൂമേഴ്സിനെയും ട്രേഡേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളതാണ് ഫിലിപ്പ് കോട്ട്ലറുടെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ പറയുന്നത് റോഗർ എ സ്ട്രോങ് defines sales promotion as all forms of sponsored communication apart from activities associated with personal selling. സ്പോൺസേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇവിടെ സ്പോൺസർ ആരാണ്? ആ ഒരു ഫേം ആയിരിക്കും അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേംസ് ആയിരിക്കും. അപ്പോൾ സ്പോൺസേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പാർട്ട് ഫ്രം ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ് അല്ലാതെ, അതിൽ പേഴ്സണൽ സെല്ലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലാതെ വരുന്ന ആക്ടിവിറ്റീസാണ് ഇവിടെ വരുന്നത്. ദെൻ ഇറ്റ് ദസ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ ഡയറക്റ്റായിട്ട് ഒരു പേഴ്സൻ്റെ അടുത്ത്, കൺസ്യൂമറിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രോഡക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് അവരെ കൊണ്ട് അത് ബൈ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് തന്നെയാണ് അല്ലേ. അഡ്വർടൈസിങ്ങിൻ്റെ ഒരു വേരിയേഷൻ ആണെന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഈ പറയുന്ന ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ ബൈ ചെയ്യാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യാണ്. ഓക്കെ. It thus includes trade shows and exhibitions, couponing, sampling, premiums, trade allowances, sales and dealer incentives, send-off packs, consumer activities, rebate, point of sales, purchase materials and direct mail. അപ്പോൾ ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഷോസ് വരുന്നുണ്ട്. ഓക്കെ. ട്രേഡ് ഷോസ്, ദെൻ എക്സിബിഷൻസ്. ട്രേഡ് ഷോസ് ആൻഡ് എക്സിബിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ തന്നെ കുറേ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഒരു ടൈപ്പ് എക്സിബിഷൻസ് പോലെ. അത് കസ്റ്റമേഴ്സിന് കുറേ ടൈപ്പ് ഐറ്റംസ് എക്സിബിഷൻ നടത്തിക്കൊണ്ട് അവരെ കൊണ്ട് അത് ബൈ ചെയ്യിപ്പിക്കുക. ദെൻ കൂപ്പൺസ് കൊടുക്കുക. ദെൻ സാമ്പിളിങ്, ചെറിയ സാഷേസ് ഒക്കെ കൊടുക്കുന്നത് സാമ്പിൾസ് ആണ് അല്ലേ. പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ആദ്യം തന്നെ ചെറിയൊരു ചിലവിൽ അവർക്കത് യൂസ് ചെയ്ത് നോക്കാൻ പറ്റണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സാമ്പിൾസ് കൊടുത്തുകൊണ്ട് പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യാം. ദെൻ പ്രീമിയംസ്, ചെറിയ ചെറിയ തവണകളായിട്ട് അടച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷനാണ് അല്ലേ. അതായത് ഫോണിൻ്റെ കാര്യത്തിലൊക്കെ, ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ചെറിയ പ്രീമിയംസ് ആയിട്ട് നമുക്ക് അടച്ചുകൊണ്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ സാധിക്കും. ദെൻ ട്രേഡ് അലവൻസസ് കൊടുക്കുക. ദെൻ സെയിൽസ് ആൻഡ് ഡീലർ ഇൻസെൻറ്റീവ്സ്, സെയിൽസ്മാനും ഡീലറിനൊക്കെ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്, അവർക്ക് കുറച്ച് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ. ദെൻ സെൻഡ് ഓഫ് പാക്സ്, അതിപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു എക്സാമ്പിളായിട്ട് ഇത് പറയാം. യൂട്യൂബേഴ്സിനൊക്കെ ചില കമ്പനികൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ പാക്കായിട്ട് അവർക്ക് വീട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഫ്രീ ആയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂട്യൂബേഴ്സ് അത് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചുകൊണ്ട് അതിനൊരു പ്രൊമോഷൻ എന്ന രീതിയിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സെൻഡ് ഓഫ് പാക്സ് എന്ന് പറയുന്നത് ഒരു പാക്ക് ഓഫ് അവരുടെ ഐറ്റംസ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുക. ഓക്കെ. ദെൻ കൺസ്യൂമർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കൺസ്യൂമേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുന്ന രീതിയിൽ വരുന്നത്. ദെൻ റിബേറ്റ്, നമ്മൾക്കറിയാം റിഡക്ഷനൊക്കെ കൊടുക്കുന്ന പോലെ. ദെൻ പോയിൻ്റ് ഓഫ് പർച്ചേസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില മാളുകളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, നമ്മൾ ബില്ലിങ് ചെയ്യുന്ന ആ സ്ഥലത്ത് കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അല്ലേ. ബില്ല് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ വയ്ക്കാറുണ്ട്. അതാണ് പോയിൻ്റ് ഓഫ് പർച്ചേസ്. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ബില്ല് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഐറ്റംസ് കാണുമ്പോൾ നമ്മളെടുത്ത് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ പോയിൻ്റ് ഓഫ് പർച്ചേസ് മെറ്റീരിയൽസ്. ദെൻ ഡയറക്റ്റ് മെയിൽ, ഓരോ കസ്റ്റമേഴ്സിനും ഡയറക്റ്റ് മെയിലിലൂടെ അവർക്ക് വരുന്ന ഓഫേഴ്സൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു സെയിൽസ് പ്രൊമോഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് റോഗർ പറയുന്നത്. നെക്സ്റ്റ്, സ്കോൾ ആൻഡ് ഗുൽറ്റ്മാൻ പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ഇസ് എനി ആക്ടിവിറ്റി ദാറ്റ് ഓഫേഴ്സ് ഇൻസെൻറ്റീവ് ഫോർ എ ലിമിറ്റഡ് പീരിയഡ് ടു ഇൻഡ്യൂസ് ആൻഡ് എ ഡിസയേർഡ് റെസ്പോൺസ് ഫ്രം ദോസ് ഹു ആർ ടാർഗറ്റഡ്. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണോ, അതായത് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ് അല്ലേ. ചിലപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് അല്ലെങ്കിൽ ലക്ഷറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിച്ച് ഫാമിലീസ് ആയിരിക്കും അല്ലേ, അർബൺ ഏരിയ ആയിരിക്കും. ദെൻ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ റൂറൽ ഏരിയയാണ് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ആരെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലിമിറ്റഡ് ടൈമിനുള്ളിൽ, ഒരു ലിമിറ്റഡ് പീരീഡിനുള്ളിൽ അവരെ കൊണ്ട് പർച്ചേസ് എന്നുള്ളൊരു ആക്ടിവിറ്റി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഏത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും ഈ പ്രൊമോഷനിൽ പെടാമെന്നാണ് ഈ ഡെഫിനേഷനിൽ പറയുന്നത്. ദാറ്റ് ഈസ് എനി ആക്ടിവിറ്റി ദാറ്റ് ഓഫേഴ്സ് ഇൻസെൻറ്റീവ് ഫോർ എ ലിമിറ്റഡ് പീരിയഡ്, ഒരു ചെറിയ പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട്
നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നതെന്നാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. ദെൻ W.J. Stanley defines sales promotion as those promotional activities other than advertising, personal selling and publicity that are intended to stimulate customers' demand and to improve middleman's marketing performances. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കുറേ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്നും എന്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്? അഡ്വർടൈസിങ് അല്ല, പേഴ്സണൽ സെല്ലിംഗ് അല്ല, പബ്ലിസിറ്റി അല്ല. ഇത് മൂന്നും അല്ലാതെ വരുന്ന പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരുന്നത്. ദെൻ ഇൻറ്റൻഡഡ് ടു സ്റ്റിമുലേറ്റ് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ടു ഇംപ്രൂവ് മിഡിൽമാൻസ് മാർക്കറ്റിംഗ് പെർഫോമൻസ്. മിഡിൽമാൻ അതായത് സെയിൽസ് പേഴ്സണിൻ്റെ, നമ്മൾ പറയുന്നത് എന്താണ്? ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇവിടെ മിഡിൽമാൻ ആയിട്ട് വരുന്നത് ആരാണ്? റീറ്റെയിലേഴ്സ് ആണ്, അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണല്ലേ. അപ്പോൾ ഈ വരുന്ന മിഡിൽമാൻ്റെ മാർക്കറ്റിംഗ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എന്തിലൂടെ? അവർക്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കാം, ഓഫേഴ്സും കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ഹാസ് 3 ഡിസ്റ്റിങ്ക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ, ഇൻസെൻറ്റീവ്, ഇൻവിറ്റേഷൻ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. സെയിൽസ് പ്രൊമോഷൻ യൂഷ്വലി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് മേ ലീഡ് ദ കസ്റ്റമർ ടു ദ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു കസ്റ്റമറിലെ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ അവയർനെസ് കൊടുക്കുന്നത് എന്തിലൂടെയാണ്? സെയിൽസ് പ്രൊമോഷനിൽ അവർക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ ഓഫർ വരുന്ന സമയത്തായിരിക്കും ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് ഒരാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല വലിയ വിലയുടെയൊക്കെ പ്രോഡക്റ്റാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓഫർ വരുന്ന ടൈമിലായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലോയാലിറ്റി, ആ ഒരു പ്രോഡക്റ്റിനോട് അവർക്കൊരു ലോയാലിറ്റി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ആയാലും ചിലപ്പോൾ അത് തന്നെ വാങ്ങാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറിനെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഫീച്ചറായിട്ട് അവിടെ അത് ആക്ട് ചെയ്യുന്നുണ്ട് സെയിൽസ് പ്രൊമോഷൻ. ദെൻ നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്. It incorporates some concessions, inducements or contribution that gives a value to the customer. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട്, വാല്യൂ ടു ദ കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവർക്ക് വാല്യൂ ആയിട്ട്, അതായത് ബെനിഫിറ്റ് വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻസെൻറ്റീവ്സോ കൺസെഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ബൈയിങ് ബിഹേവിയറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ആക്ട് ആസ് സെക്കൻഡ് ഫീച്ചർ ഇസ് ഇൻസെൻറ്റീവ്. ദെൻ ഇൻവിറ്റേഷൻ. തേർഡ് വൺ ആണ് ഇൻവിറ്റേഷൻ. It includes a distinct invitation to engage in the transactions immediately. Example, offer valid till stock last. അങ്ങനെ പറയുന്നത്, അതായത് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇമ്മീഡിയറ്റ് ബൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അവിടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു ഓഫർ തന്നിട്ടുണ്ട്. ആ ഓഫറിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ ഒരു 30 days ആണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു 13 days ആണ് അതിൻ്റെ വാലിഡിറ്റി എന്നുണ്ടെങ്കിൽ ആ 13 daysനുള്ളിൽ നമ്മളത് പർച്ചേസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓഫറിന് ഒരു ഇൻവിറ്റേഷനായിട്ടും ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സം അതർ ഫീച്ചേഴ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഫസ്റ്റ് വൺ, ഇൻഡ്യൂസ്മെൻറ്റ്സ് ഓഫേർഡ് ബൈ എ ഫേം ടു പ്രൊമോട്ട് ഇമ്മീഡിയറ്റ് സെയിൽസ്. ഇമ്മീഡിയറ്റ് സെയിൽസ്, അതായത് പെട്ടെന്ന് ക്വിക്കർ സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓഫേഴ്സ്. Then it may be offered directly to the customers or through middleman വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെയിൽ വഴിയോ അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ ഈ ഓഫേഴ്സിനെ പറ്റിയൊക്കെ അറിയിക്കാം. Then it does not include personal selling, advertisement and publicity. നമ്മൾ പറഞ്ഞതാണ് പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും അല്ലാതെ വരുന്ന ആക്ടിവിറ്റീസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് യൂഷ്വലി ഓഫേർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ തീരുന്ന ടൈപ്പ് ഓഫ് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ദെർ ആർ ന്യൂമറസ് സ്കീംസ് ഓർ ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷന് കുറേ പല ടൈപ്പ് ഓഫ് ടെക്നിക്കുകളുണ്ട്. നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട്സ്, കൂപ്പൺസ്, ബൈ വൺ ഗെറ്റ് വൺ, പിന്നെ ഒരു ഐറ്റത്തിൻ്റെ കൂടെ മറ്റൊരു ഐറ്റം ഫ്രീ, അങ്ങനെയൊക്കെ തരുന്നത്.
ദെൻ ഇറ്റ് ഫോക്കസസ് ഓൺ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഒരു ചെറിയ ടാർഗറ്റ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.